ഒരു മന്തി ഉണ്ടാക്കാൻ പോകണേ. വീട്ടിലെല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഈ അരി വെച്ച് നല്ല നീളമുള്ള അരിയാണിത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ മന്തി ഉണ്ടാക്കാൻ പോകുന്നത്. ആവശ്യത്തിനുള്ള ചിക്കൻ എടുത്ത് അടിയൊട്ടിയുള്ള പാത്രത്തിൽ വെച്ചിട്ട് ഫോർക്കിട്ട് കുത്തി അതിന് ഹോൾ വെക്കുക, മറിച്ച് തിരിച്ചും കുത്തുക. എന്നിട്ട് അതിനകത്ത് കുറച്ച് ജീരകം, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഒരു മാഗി ക്യൂബ്, നമുക്ക് ആവശ്യത്തിന് ഫ്ലേവറിനനുസരിച്ച് മാഗി ക്യൂബ് ഇട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ക്യാപ്സിക്കം ഇടണം. ക്യാപ്സിക്കം ഇട്ട് ക്യാപ്സിക്കം കുരുമുരാണ് കൊച്ചായിട്ട് അരിഞ്ഞതാണ്. ആ ക്യാപ്സിക്കം ഇട്ട് മല്ലിയില ഇട്ട് അതിനെ മിക്സ് ചെയ്ത് വയ്ക്കുക. ഫ്ലേവറിന് അല്ലെങ്കിൽ കളറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കളർ ചേർക്കാം, റെഡ് കളർ ചേർക്കാം. ഞാനിവിടെ കളർ ചേർത്തില്ല. അതിന് പകരമായിട്ട് ഞാൻ ചേർത്തതെന്ന് പറയുന്നത് കാശ്മീരി ചില്ലിനെ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് കുറച്ച് കൂടുതൽ ചേർത്തു. അപ്പോൾ കളറായിട്ടിരിക്കും. അതിനെ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതുപോലെ ഈ അരിനെയും കുറച്ച് വെള്ളത്തിലിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം അരിയിൽ നമ്മൾ നമ്മുടെ മസാലാസ് ഉണ്ടല്ലോ, ആ മസാലാസ്, അതായത് ഗ്രാമ്പു, പട്ടു, ഏലക്ക, പിന്നെ നമ്മുടെ ഡ്രൈ ലെമണും കൂടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് ആ ഊറ്റി വെച്ച അരിയെ നമുക്കതിനെ തിളപ്പിച്ചെടുക്കാം, വേവിച്ചെടുക്കാം. മുക്കാലോളം വേവിച്ചെടുക്കണം. അതേ സമയത്ത് തന്നെ ഈ ചിക്കനെ നമ്മൾ എന്ത് ചെയ്യണം, അത് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കണം. ഫ്രൈ ചെയ്തും പകുതി കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചും ഫ്രൈ ചെയ്തും ഒക്കെ എടുക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ ക്യാപ്സിക്കവും മല്ലിയിലേക്ക് നല്ലതായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ടായിരിക്കും. ചിക്കൻ നല്ല മുരിഞ്ഞ് വെന്ത് വന്നെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അരിയെ ഊറ്റിയെടുത്ത് ആ അരിനെ ഈ ചിക്കൻ്റെ മുകളിൽ ദമ്മിടുക. ദമ്മിട്ടതിന് ശേഷം കുറച്ച് പച്ചമുളകും വെച്ച് അതിനെ സെറ്റ് ചെയ്ത് ഒരു 5 മിനിറ്റോളം കുറച്ച് മൂടി വെച്ച് വേവിക്കാം. എന്നിട്ട് നമ്മൾ തട്ടിയെടുത്താൽ മതി. സൂപ്പറായിട്ടുള്ള മന്തി റെഡിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുറച്ച് ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്തോണം കേട്ടോ, ചിക്കനിലായിരുന്നാലും അരിയിലായിരുന്നാലും.